നായാട്ട് നമ്മുടെ സമൂഹം അത്ര പരിഷ്കൃതമല്ലാത്ത കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൂരമായ വിനോദമായിരുന്നു നായാട്ട്. രാജാക്കന്മാരും നമ്മെ ഒരു കാലത്ത് ഭരിച്ചിരുന്നവരും വിനോദത്തിനു വേണ്ടി വേട്ടയാടി പിടിച്ചിരുന്നത് അവരെ ഒരിക്കൽ പോലും ഉപദ്രവിക്കാത്ത പാവം മൃഗങ്ങളെയായിരുന്നു. ഷാഹി കബീർ തിരക്കഥ എഴുതി മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത നായാട്ട് എന്ന സിനിമയും അതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. നമ്മെ ഭരിക്കുന്നവർ ഒരു തെറ്റും ചെയ്യാത്തവരെ ഇപ്പോഴും വേട്ടയാടുമ്പോൾ ഈ സിനിമയുടെ പേര് എത്ര അർത്ഥവത്താണ്. വെട്രിമാരൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ വിശാരണയും ഇതേ കഥാതന്തു തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇത് നായാട്ട് എന്ന സിനിമയുടെ റിവ്യൂ അല്ല. ഈ സിനിമ പറയുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് മുഴുവനായി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2021 മെയ് മാസത്തിലാണ് നായാട്ട് എന്ന മാർട്ടിൻ പ്രക്കാട്ട് സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. സിനിമയുടെ കഥ ചുരുക്കി പറഞ്ഞാൽ, അബദ്ധത്തിൽ സംഭവിച്ച ഒരു മരണത്തിൽ നിന്ന് നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുവാനായി പോകുന്ന 3 പോലീസുകാരുടെ ശ്രമവും അതിന് കഴിയാതെ ഒരാൾ മരണത്തിനും മറ്റു 2 പേർ നിയമത്തിൻ്റെ മുൻപിൽ കീഴടങ്ങുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. വിശാരണ എന്ന തമിഴ് ചിത്രമാകട്ടെ ഏറ്റുമുട്ടൽ കൊലപാതകത്തിന് വിധേയമാകുന്ന 3 സാധാരണ ചെറുപ്പക്കാരുടെ കഥയാണ്. ഈ വിഷയം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും അഡ്വക്കേറ്റുമായ ഹരീഷ് വാസുദേവനാണ്. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. നമസ്കാരം അരവിന്ദ്. ഒരുപാട് മേഖലകൾ പ്രവർത്തിക്കുമ്പോഴും ഹരീഷ് സിനിമകൾ കാണുകയും സിനിമയിലെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത നായാട്ട് എന്ന ചിത്രത്തിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾക്കായി ഭരണകൂടം നായാട്ടിനിറങ്ങുന്ന കാഴ്ചയാണ് മലയാളി കണ്ടത്. ഇത്തരം സാഹചര്യങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും അടുത്തറിയുവാൻ കഴിയുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഹരീഷ് ഈ ചിത്രത്തെ എങ്ങനെ വിലയിരുത്തുന്നു? നായാട്ട് സിനിമ പലതരത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ്. നായാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണ്ടി ബാക്കിയുള്ള ആളുകളെ വേട്ടയാടുന്ന ഒരു വേട്ടപ്പട്ടികൾ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ. ഇത് നേരത്തെ പല സിനിമകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വേട്ടപ്പട്ടിയുടെ രൂപം കൈക്കൊണ്ട് സ്റ്റേറ്റിന് വേണ്ടി ആ ജോലി ചെയ്യുന്ന പോലീസുകാർ തന്നെ ഇരകളായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നു. അവിടെ പോലീസിലെ തന്നെ സുഹൃത്തുക്കളോ മേലധികാരികളോ ആയിട്ടുള്ളവര് അതേസമയം വേട്ടപ്പട്ടിയുടെ രൂപം കൈക്കൊള്ളുന്നു. അവര് തന്നെ പല ഘട്ടങ്ങളിലും പല ഇരയായിട്ട് മാറുകയും അവരുടെ മേലധികാരികൾ അവരുടെ മുകളിൽ വേട്ട നടത്തുകയും ഒക്കെ ചെയ്യുന്ന, അതായത് അവസരത്തിനൊത്ത് ഇരയും വേട്ടക്കാരനും മാറുന്ന ഒരു സ്ഥിതി. അതാണ് സത്യത്തിൽ നമ്മുടെ മുമ്പിൽ ഇത് കാണിച്ചു തരുന്നത്. സാധാരണക്കാരനെ ആവുമ്പോൾ പോലീസ് വേട്ടയാടുന്നു, അതേ പോലീസുകാരൻ തന്നെ പോലീസുകാരാൽ വേട്ടയാടപ്പെടുന്നു. അവരെ വേട്ടയാടാൻ പോകുന്ന ആളുകളെ തന്നെ അതിന്റെ മുകളിലിരിക്കുന്ന ആളുകൾ ഇരകളാക്കപ്പെടുന്നു. അത്തരത്തിൽ ഒരു പവർ ഹൈറാർക്കിയാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതും ഇതൊരു നിരന്തരമായ വേട്ട തന്നെയാണെന്നും ഇതിന്റെ ഒരു വശത്ത് അധികാരം ഉറപ്പിക്കലാണെന്നും മറുവശത്ത് അധികാരം ഇല്ലാത്ത ആളുകൾ ഇതിന്റെ ഇരകളാക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ചിത്രമാണ് ശരിക്കും നായാട്ട് വളരെ വിസിബിൾ ആയിട്ട് കാണിച്ചു തരുന്നത്. വളരെ സിൻസിയറുമാണ്. കാരണം വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഓടിയാൽ എവിടം വരെ ഓടും എന്നുള്ളതാണ് അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പോലും. ഓക്കെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സമയങ്ങളില്ല അല്ലെ? ഇപ്പൊ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലുമൊക്കെ സമയത്തുണ്ടാവും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനം വരെ പോകുന്ന എല്ലാം അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അവര് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും? സാധാരണ നമുക്കറിയാം കേരളത്തിലെ പൊളിറ്റിക്സിനകത്ത് ഈ ദളിതർ അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ ഇതായി മാറുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കേരളത്തിലില്ല. ജയവും പരാജയവും ദളിതർ തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. പക്ഷെ ഇത് സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി. അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഇലക്ഷൻ ആയാലും ഇന്ത്യയിലെ ഏത് പ്രദേശത്തെ ഇലക്ഷൻ ആയാലും അവിടെ നിർണായക ശക്തിയായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ ആ വോട്ട് ബാങ്ക് പറയുന്ന എന്ത് കാര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇലക്ഷന്റെ തലേദിവസം. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് എത്തിക്സ് ഉണ്ടെങ്കിലും ഇലക്ഷന്റെ തലേദിവസം ആകുമ്പോൾ നമ്മളത് മറക്കുമെന്നും നമുക്ക് എത്ര വലിയ ശത്രു ഉണ്ടെങ്കിലും ഇലക്ഷന്റെ തലേദിവസം ആകുമ്പോൾ അവന്റെ കാല് പിടിച്ച്
10 വോട്ട് അവന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് മേടിക്കേണ്ടി വരുമെന്ന്. ഇത് ദയനീയമായ അവസ്ഥയാണ് രാഷ്ട്രീയക്കാരുടെ. ഏതിന് അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വിധേനയും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഒരാളെ പ്രതിയാക്കിയാലേ വോട്ട് കിട്ടുള്ളൂ എന്ന് വന്നാൽ പ്രതിയാക്കും, ഒരു സംശയവുമില്ല. ഇപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തെ പറ്റി ഒരു തെറ്റായ വിശ്വാസമുണ്ട്. അതായത് ഈ ദൈവത്തിലുള്ള വിശ്വാസം പോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നമ്മുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൈം നടന്നാൽ യഥാർത്ഥ പ്രതികളെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും, അത് അയാൾ ശിക്ഷിക്കപ്പെടും, കോടതികളിൽ സത്യം ജയിക്കും എന്നൊക്കെയുള്ള നമ്മളൊരു വിശ്വാസമാണ് ഈ സിസ്റ്റത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് സത്യമേവ ജയതേ എന്നൊക്കെ കോടതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാര്യത്തോടെടുക്കുമ്പോൾ നമുക്കറിയാം എത്രയോ കേസുകൾ, 100 കേസിൽ ഒരുപക്ഷെ ഇപ്പൊ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു 25% കേസുകളെങ്കിലും യഥാർത്ഥ പ്രതിയാണോ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കോടതിയിൽ എത്തുന്നത് ചോദിച്ചാൽ അല്ല. ഇപ്പോ നമുക്ക് ഏറ്റവും ലളിതമായി അറിയാവുന്ന ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ കണ്ണൂരൊക്കെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒരിക്കലും യഥാർത്ഥ പ്രതികളല്ലല്ലോ കോടതിയിൽ എത്തുന്നത്. ഏത് പാർട്ടി ആയാലും ആ പാർട്ടിയുടെ ലിസ്റ്റിൽ കൊടുക്കുന്ന ആളുകളെ പ്രതിയാക്കുകയാണ്, അവർക്ക് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്താണ്, താൽക്കാലികമായി ഇലക്ഷൻ കാലങ്ങളിൽ പ്രതികളെ ഉടൻ പിടിക്കും എന്ന് പറയുന്നു. പ്രതികളെ പിടിച്ചു കോടതിയിൽ എത്തിച്ചു, പലപ്പോഴും അവരുടെ മുഖം പോലും മറച്ചു വെക്കും, അവരെ നമ്മൾ കാണുന്നില്ല. അതൊക്കെ സിനിമയിൽ വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിന്റെ എനിക്കൊന്ന് പ്രിവ്യൂവിൽ പോലും അതിന്റെ പരസ്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞ് വിചാരണ എപ്പോഴാണ് നടക്കുന്നത്? 3-4 വർഷം കഴിഞ്ഞ്. ആ സമയമാകുമ്പോഴത്തേക്കും പൊതുബോധത്തിന്റെ ഇടയിൽ നിന്ന് ഈ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പോയി കഴിഞ്ഞു. മാധ്യമങ്ങളാണല്ലോ ഇതിനെല്ലാം സജീവമായിട്ട് നിലനിർത്തുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾ. അപ്പൊ ആ സമയത്ത് ആരെയെങ്കിലും പ്രതിയാക്കിയാൽ മതി എന്നുള്ള ഒരു തോന്നൽ ഈ പ്രതികളോട് തന്നെ പോലീസ് പറയുന്നത്, നിങ്ങളെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ വിടും, തൽക്കാലം ഇതിനകത്ത് കിടന്നാൽ മതി, അതിനുള്ള ചെലവും കൊടുക്കും, വീട്ടുകാർക്കുള്ള പൈസയും കൊടുക്കും. അപ്പൊ ഇതൊരു രഹസ്യമായ കാര്യമല്ല, ഇതിനെ പുറത്തു നോക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. ഇത്തരത്തിൽ എന്താ പറയുന്നത്, പ്രതിയാക്കപ്പെടുന്ന കള്ളപ്രതികൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. എല്ലാ കേസിലും ഒന്നുമില്ല, പ്രധാനപ്പെട്ട കേസുകളിൽ ചോദിക്കാനും പറയാനും ആളുകളുള്ള കേസിലാണ്. പക്ഷെ അതുണ്ടെന്ന് കാണിച്ചു തരികയാണ് ഈ സിനിമ. ഈ 2 സിനിമകൾ ഞാൻ മെൻഷൻ ചെയ്ത 2 സിനിമകൾ, ഇപ്പൊ നായാട്ടാണെങ്കിലും വിചാരണയാണെങ്കിലും, അതിനകത്ത് കാണിക്കുന്ന നിരപരാധികൾ എങ്ങനെയാണ് ഈ നായാട്ടിന് വിധേയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഹരീഷ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാത്ത? ഇപ്പം ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ എന്റെ ഭാര്യ തന്നെ ഹൈദരാബാദ് എൻകൗണ്ടറിന്റെ സമയത്ത് എന്നോട് ചോദിച്ചു, നന്നായി, കാരണം ഇനിയിപ്പോ അവരുടെ ശല്യം ഇല്ലല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഇത് ആക്ച്വലി ഇത് എന്ത് ടൈപ്പ് എൻകൗണ്ടർ ആണ്? ഇതിപ്പോ ശരിക്കും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണോ? ഇപ്പൊ പല നമുക്കറിയാം, ഇപ്പം ഡൽഹിയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും നടക്കുന്ന പല ഇൻസിഡൻസും അവസാനം ഈ എൻകൗണ്ടറിലേക്ക് എത്തുമ്പോൾ ജനം അത് ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ ജനം ആർത്ത് വിളിക്കുമ്പോഴാണോ ഈ രാഷ്ട്രീയക്കാര് നായാട്ടിന് നിർബന്ധിതരാവുന്നത്? അങ്ങനെയില്ല. അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് ഏത് സമയത്തും ഈ നായാട്ടിന് പോകാനുള്ള സാധ്യതയുണ്ട്. എലക്ഷൻ അതിന് ഈ സിനിമയിൽ കാണിക്കുമ്പോൾ ഈ നായാട്ടിന് ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരനെ കൂടി ജസ്റ്റിഫൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ സിനിമയുടെ പ്ലോട്ട് എന്നേ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്തും ഈ നായാട്ടം നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. മന്ത്രിയുടെ മകൾക്കോ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മകൾക്കോ, അതൊരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരാളാണെന്നിരിക്കട്ടെ, അയാളുടെ മകൾക്ക് ഒരു ദളിതന്റെയോ ഒരു കീഴ്ജാതിക്കാരന്റെയോ പ്രേമം വരുന്നു എന്ന് വിചാരിക്കുക. അടുത്ത എൻകൗണ്ടറിന്റെ 4 പ്രതികളാണെങ്കിൽ അതിന് പകരം 5 പ്രതി ഉണ്ടാവും. ഇപ്പൊ ആന്ധ്രയിലെ കേസിൽ അങ്ങനെ ഒരു സ്റ്റോറി പോലും വന്നിരുന്നു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെ പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള സ്റ്റോറി. അപ്പൊ ഇത്തരത്തിൽ ലളിതമാണ് കാര്യങ്ങൾ. ഇതാര് തെളിയിക്കും പിറ്റേ ദിവസം? കാരണം തെളിയിക്കാനുള്ള ആൾ മരിച്ചുപോയി. ഇതിൽ പരാതി പറയേണ്ട ആളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു, ഒരു തെളിവും അവശേഷിക്കുന്നില്ല. അവരിങ്ങോട്ട് വെടിവെച്ചോ എന്ന് ചോദിച്ചാൽ പഴയ പിടിച്ച ഏതെങ്കിലും നാടൻ തോക്ക് സൂക്ഷിച്ച്, ഞാനിപ്പോ കേരള പോലീസിന്റെ ഒരു സംഭവം പറയാം. നാടൻ തോക്കുകൾ പലയിടത്തും വെച്ച് നമ്മൾ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മാവോയിസ്റ്റുകളെയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ റെയ്ഡ് ചെയ്ത് പിടിക്കുമ്പോൾ 10 നാടൻ തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് 8 നാടൻ തോക്കേ കിട്ടിയുള്ളൂ എന്ന് എഴുതുകയും 2 നാടൻ തോക്ക് പോലീസിന്റെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്ത് തന്നെ ചെല്ലുന്ന സമയത്ത് എൻകൗണ്ടർ ഉണ്ടാവില്ല, ഇങ്ങോട്ട് ചിലപ്പോൾ വെടി ഉണ്ടാവില്ല. അങ്ങോട്ട് വെടിവെക്കുകയും മരിച്ചു കഴിയുമ്പോൾ ഈ കഴിഞ്ഞ തവണ പിടിച്ച കണക്കിലില്ലാത്ത 2 നാടൻ തോക്ക് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും അത് പരസ്പരമുള്ള വെടിവെപ്പായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിലെ സംഭവമല്ല, ഞാൻ പറഞ്ഞ മറ്റ് പോലീസ് ഇത് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇത് ആരാണ് ഈ കണക്കെടുക്കുന്നത്? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ പ്രതിയെ പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പോലും അന്വേഷിച്ച് പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്.
അവർ സ്റ്റേറ്റിനെ ഒരു പരിധി കൂടുതൽ, പോലീസിനെയൊക്കെ പ്രത്യേകിച്ച് ഒരു പരിധി കൂടുതൽ അവർ വെറുപ്പിക്കില്ല. അപ്പൊ പ്രതികളെ കിട്ടിക്കഴിയുമ്പോൾ പ്രതി പിടിയിൽ, പിന്നെ പ്രതിയും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. വിചാരണയിൽ അവർ വെറുതെ വിടപ്പെടും. ഇനി ഈ സിനിമയിൽ തന്നെ നോക്കൂ, ഒരു പാവപ്പെട്ട പയ്യനെ വിളിച്ചു വരുത്തുകയാണ് ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതിന്റെ പേരിൽ. അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന കുപ്പി ഒരു പോലീസുകാരനോട് കുപ്പി കൊടുക്കുന്നു. ആ കുപ്പി തിരിച്ചു വാങ്ങിക്കുമ്പോൾ അവന്റെ ഫിംഗർ പ്രിന്റോട് കൂടിയാണ് മേടിക്കുന്നത്. അതിനകത്ത് പോയി പെട്രോൾ വാങ്ങിച്ച് മറ്റേയാളുടെ വീടിന് തീ കൊളുത്തിയിട്ട് ആ കുപ്പി തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയാൽ ശിക്ഷിക്കാതിരിക്കുമോ? അപ്പോ മനസാവാച അറിയാത്ത കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ, ഞങ്ങളൊക്കെ കോടതികളിൽ വക്കീലന്മാർ പറയാറുണ്ട്, ഒരു റൈറ്ററും ഒരു CI വിചാരിച്ചാൽ ഏതൊരുത്തനെയും പ്രതിയാക്കാൻ പറ്റും. കടലാസം പേനയുണ്ടെങ്കിൽ എഴുതി പിടിപ്പിച്ച് ഈ പറയുന്ന കൂട്ടിത്തുന്നാനുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ കുറച്ചു ദിവസം അകത്ത് കിടക്കും. പിന്നെ നല്ല നിയമോപദേശം കിട്ടുകയും കോടതിയിൽ നല്ലപോലെ വാദിക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് അത് വെളിവായി പോകുന്നത്. ഈ സിനിമ പറയുന്നതിന്റെ അതിനകത്തൊരു രാഷ്ട്രീയം കൂടി ഉണ്ട്. അതായത് ഈ ആരാണ് വേട്ടയാടപ്പെടുന്നത്? ഇതിനകത്ത് വാസ്തവത്തിൽ വേട്ടയാടപ്പെടുന്നത് ദളിതരായിട്ടുള്ള പോലീസുകാർ അല്ലെ? കാരണം ഒരു പോലീസ് സേനയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവര് തന്നെ ഈ ദളിതരായിട്ടുള്ള പോലീസുകാരെ ഒറ്റുകൊടുക്കുക. കാരണം അവർക്കറിയാം രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ കൂട്ടത്തിലുള്ളവൻ ഏത് സമയത്ത് ഇവരെ പിടിച്ചകത്താം. ഹൈക്കോടതിയിൽ പോയി കോടതിയെ സത്യം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഇവർ ഓടിപ്പോകുന്നത്. അത് മാത്രമാണ് പരിഹാരം എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും, പല കേസുകളും ഇവിടെ വന്നു കഴിയുമ്പോൾ. അപ്പൊ അത് സംഭവിക്കുന്നുണ്ട്. എസ്സാകൃതി കത്തിയിലുള്ള പോലീസ് തന്നെ പോയി എസ്സാകൃതി കത്തി ഉണ്ടാക്കിയ സ്ഥലമാണ് കേരളം. തെളിവ് ഉണ്ടാക്കാൻ പോലീസ് നിർബന്ധിതരായി തീരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മരണം അല്ലാതാവുന്നുണ്ട്. മരിച്ചതിന് ശേഷം ബോഡി എടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിയിലെ എന്താ പറയുന്നത് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി ഇവിടെ വെച്ച് ഹൃദ്രോഗം വന്നാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ ആക്കി തീർത്ത് രക്ഷപ്പെടുന്ന സംഭവങ്ങളുണ്ട്. പോലീസ് സേനയിൽ ആരാണത് ചെയ്യുന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ഈ ഉരുട്ടിക്കൊല കേസുകളൊക്കെ പലതും തേഞ്ഞു മാഞ്ഞു പോകുന്നത്. ഇപ്പൊ ഈ പോലീസ് സേനയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ പോലീസ് സേനയ്ക്കുള്ളിൽ പല കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്ന് ഇപ്പൊ ഈ നായാട്ടിലെ മണി എന്ന് പറയുന്ന ജോജുവിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. അയാൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു കൊട്ടേഷൻ ജോലി ചെയ്യുന്നവർക്ക് പോലും അവരുടെ ജോലി വേണമെന്നോ വേണ്ടെന്നോ വെക്കാൻ അവകാശമുണ്ട്, എന്നാൽ നമുക്കത് പറ്റില്ലോ എന്ന് വളരെ നിസ്സഹായാവസ്ഥ ഉള്ള രീതിയിൽ അയാൾ പറയുന്നുണ്ട്. പക്ഷെ അതേ ആള് തന്നെ പോലീസിനാൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നു. ഈ സേനയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള ഈ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവാൻ അല്ല, അങ്ങനെയുള്ളതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതേ ക്യാരക്ടർ തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇവൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് വിജിലൻസിൽ പോയി ഇത്രയും പണിയില്ലാതെ ഇരിക്കാമായിരുന്നു. ഇപ്പോ ഈ ട്രാൻസ്ഫർ, മന്ത്രിയെ പിടിച്ച് ട്രാൻസ്ഫർ മേടിച്ച് തരാത്തോണ്ടാണ് ഞാനിപ്പോ ലോ ആൻഡ് ഓർഡറിൽ ഇരുന്ന് ഇത് ക്രൈം അന്വേഷിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ, പോലീസ് മര്യാദയ്ക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാലും എനിക്കിങ്ങനെ കള്ളത്തെളിവ് ഉണ്ടാക്കി ഒരാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞാലും നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇടുമായിരിക്കും. പക്ഷെ അതിന് കള്ളത്തെളിവ് ഉണ്ടാക്കി ഒരാളെ പിടിച്ചകത്തിടും എന്ന് തോന്നുന്നില്ല. പോലീസുകാർ പെട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ തെളിവ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ പോലീസുകാർ വെറുതെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി ആയാൽ പോലും ഒരു പോലീസുകാരനും സ്വന്തം പെൻഷനും ജോലിയും സ്റ്റേക്കിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു കള്ളത്തെളിവ് ഉണ്ടാക്കി ഒരാളെ തുടക്കത്തിൽ തന്നെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പോലീസുകാർ പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തെളിവുണ്ടാക്കായിരിക്കും. അതുപോലെയല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ സിനിമാറ്റിക് ആണെങ്കിൽ പോലും പോലീസ് സേനയിൽ ഇപ്പൊ 2 കുട്ടികൾ പഠിക്കുന്ന ഒരു രക്ഷിതാവാണ്, അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് പോലീസിൽ നിന്ന് വിചാരിക്കുക. കാസർഗോഡേക്ക് ട്രാൻസ്ഫർ വേണോ, ഇത് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ ഇത് ചെയ്യും. അവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തി. കൊട്ടേഷൻ ഗ്യാങ്ങിന് പോലും അത് എടുക്കണ്ട. അതെ അതെ. അപ്പൊ അവിടെ ഈ ഇങ്ങനെയുള്ള പ്രാരാബ്ധങ്ങളും ഫാമിലി അഫയേഴ്സും ഒക്കെ ഉള്ളപ്പോ പോലീസുകാർ മനുഷ്യരല്ലേ, അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രഷറുകൾ ചെയ്യേണ്ടി വരും, അതിന് കൂട്ടു നിൽക്കേണ്ടി വരും എന്നുള്ളത് സാധാരണയാണ്. ഈ നമ്മുടെ ഒരു നക്സലൈറ്റിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് രാമേന്ദ്രൻ നായർ വെളിപ്പെടുത്തൽ നടത്തിയത്, ഞാനാണ് കൊന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ പോലീസുകാർക്ക് അങ്ങനെ എഴുതാനാണെങ്കിൽ ഇഷ്ടം പോലെ സർവീസിന് ശേഷമുള്ള സർവീസ് സ്റ്റോറി ഉണ്ടാവും. ഹരീഷ്, ഉയർന്ന സമ്മർദ്ദം തൊഴിലിടങ്ങളിൽ നേരിടുന്ന പോലീസിനെയാണ് സിനിമയിലുടനീളം നമ്മൾ കണ്ടത്. സേനയ്ക്കുള്ളിൽ പോലീസ് ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അവരുടെ സമൂഹത്തോടുള്ള പെരുമാറ്റത്തിലും പ്രതിഫലിച്ചേക്കാം. എങ്ങനെയാണ് പോലീസിന് അനായാസകരമായി അവരുടെ തൊഴിലും അതോടൊപ്പം അവരുടെ ജീവിതവും കൊണ്ടുപോകാനാകുന്നത്? പോലീസ് സേനയ്ക്ക് എന്തുകൊണ്ടാണ് ആയാസം വരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് KSRTC ബസ്സിന് കല്ലെറിയാൻ വരുന്ന ഒരു മാർച്ച്, ഈ മാർച്ചിനെ തടയണമെങ്കിൽ പോലീസിന് തടയാം. പോലീസിനെ സ്വതന്ത്രമായി വിട്ടാൽ പോലീസ് അത് തടയും. ഒറ്റയാൾ കല്ലെടുത്തെറിയില്ല. കല്ലും കൊണ്ട് വരുന്നവനെല്ലാം അകത്തുമാവും.
പക്ഷേ അവരെ പിടിക്കരുത് എന്ന് നിർദ്ദേശം ഉണ്ടാവും. അത് ആരാ നോക്കും? ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണെങ്കിൽ തുടരുത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആണെങ്കിൽ തുടരണം, അതിൽ ആരെ അടിക്കണം അടിക്കണ്ട, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മോളിൽ നിന്ന് നിർദ്ദേശം വരുന്നതിനനുസരിച്ച് ചെയ്യുകയാണ്. അങ്ങനെ വരുന്ന സമ്മർദ്ദങ്ങൾ ഒരു വശത്തെ. രണ്ട്, ഒരാൾ തെറ്റ് ചെയ്തു, അയാളെ വിളിച്ചു വരുത്തുന്നു. തെറ്റ് ചെയ്തയാളെ പിടിക്കാൻ മീഡിയയുടെ സമ്മർദ്ദം ഉള്ളപ്പോൾ തെറ്റ് ചെയ്ത ആൾക്ക് വേണ്ടി വിളിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ സമ്മർദ്ദം അപ്പുറത്ത്. ഈ കീരിയെയും പാമ്പിനെയും കൂടെ ഒരു കൂട്ടിലിട്ട് വളർത്തേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ എന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് DYSP പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ധൈര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ വരുന്നെങ്കിൽ വരട്ടെ, അവർ നീതിയുടെ കൂടെ അല്ലെങ്കിൽ നിയമത്തിന്റെ കൂടെ നിൽക്കും. വളരെ കുറച്ച് ആളുകൾക്കേ അത് പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഈ സ്ട്രെസ് എല്ലാ കാലത്തും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മനുഷ്യാവകാശങ്ങളും ഒക്കെ പാലിച്ചു വേണമല്ലോ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. അവരൊരാളെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ ഉള്ള ആൾ പരമാവധി അവരെ എതിർക്കുന്നു, ബലം പ്രയോഗിക്കുന്നു. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മർമ്മത്ത് കുത്തുവോ കൊള്ളുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലീസുകാരന്റെ ജോലി പോകും. ഇയാൾ കുതറി ഓടുന്ന വഴിക്ക് കിണറ്റിൽ വീണ് മരിച്ചാലും പോലീസുകാരന്റെ ജോലി പോകും. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും ഒരു വശത്ത്. രണ്ട്, ഇതേ പോലീസുകാരാണ് രാവിലെ മന്ത്രിക്ക് എസ്കോർട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകേണ്ടത്. അപ്പൊ നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ഈ പോലീസും നമ്മുടെ മറ്റ് പോലീസും എല്ലാം ഒന്നാണ്. രാവിലെ പോലീസുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ആ സിനിമ കാണുന്ന പോലെ വയർലെസ് വരുന്ന അപ്പപ്പോ വരുവാണ്, അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ. കണ്ടില്ലേ, മന്ത്രി വരുമ്പോ എസ്കോർട്ട് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീട്ടിൽ അന്വേഷണത്തിന് പോകുന്നു. അപ്പൊ ഇത് നിർത്തണമെന്ന് കേരള സർക്കാരിനോട് കേരള പോലീസ് എങ്ങനെ നവീകരിക്കപ്പെടണം എന്ന് പറയാനുള്ള കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ നവീകരണ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ലോ ആൻഡ് ഓർഡറിനെയും ക്രൈമിനെയും രണ്ടായിട്ട് കാണണം. ക്രൈം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള പോലീസുകാർ അതിൽ മികവുള്ള ആളുകളായിരിക്കണം. ഒരു ക്രൈം സീനിൽ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ ശേഖരിക്കുക, വിരലടയാളം എടുക്കുക, ആ ക്രൈമിനെ പറ്റി അന്വേഷിക്കാനുള്ള ത്വരയുള്ള ആളുകളെ അതിൽ പെടുത്തുക. ലോ ആൻഡ് ഓർഡറിൽ പോകുന്നവർ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. അവർക്ക് വളരെ ഫിറ്റ്നസും അവർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ വലിയൊരു പരിധിവരെ പോലീസ് സേനയുടെ മാനസികമായ സ്ട്രെസ്സും സംഗതികളും ഒഴിവാക്കാൻ പറ്റും. പിന്നെ പോലീസുകാർക്ക് മുഴുവനും സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം കേരളത്തിന്റെ അനുഭവം ഏതൊക്കെ കാലത്ത് പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്താലും അവരൊരു ഡിസിപ്ലിൻഡ് സേനയാണ്. അവരത് ചെതറിപ്പോവുകയും അവരവരുടെ താല്പര്യങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അതിനൊരു ഡിസിപ്ലിൻ വേണം. പക്ഷെ ആ ഡിസിപ്ലിൻ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് തരത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ക്രൈമും അന്വേഷണവും ഒരു വഴിക്ക് നന്നായിട്ട് നടക്കും, ലോ ആൻഡ് ഓർഡർ നന്നായിട്ട് നടക്കും. ഈ സേനയ്ക്കുള്ളിലെ നവീകരണത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സമൂഹത്തിന് പോലീസിനോടുള്ള കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? സമൂഹത്തിന് പോലീസിനോടുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു 2 കോൺസിക്യൂട്ടീവ് ഗവൺമെന്റുകളുടെ കാലത്ത് 10 വർഷത്തിനിടയിൽ ഒന്ന് കമ്മ്യൂണിറ്റി പോലീസിംഗ് പോലുള്ള സാധനങ്ങൾ. പണ്ട് പോലീസ്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 20 വർഷം മുമ്പൊക്കെ ഫോൺ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമതൊരു തെറിയാണ് കേൾക്കുക സാധാരണഗതി. ആരടാ നീ വിളിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഈ സിനിമയിലും ഒക്കെ നമുക്കത് കാണാം, 80കളിലെയും 90കളിലെയും വരെ സിനിമയിൽ അത് കാണാം. ഇന്നിപ്പോ ഒരു പോലീസുകാരൻ തെറി വിളിച്ചാൽ പിറ്റേ ദിവസം അവന്റെ സസ്പെൻഷൻ ഏതാണ്ട് ഉറപ്പാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവനെ എക്സ്പോസ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ പോലീസ് സേന ആളുകളോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് പെരുമാറാൻ ശീലിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. ജനങ്ങളുടെ കാഴ്ചപ്പാടിലും അതെ. പണ്ട് പോലീസുകാരെ കാണുമ്പോൾ പേടിച്ച സൈക്കിളിൽ നിന്നൊക്കെ നമ്മൾ ചാടി താഴെ ഇറങ്ങും, ബൈക്കൊക്കെ സൈഡിൽ ഒതുക്കുന്നു, ഭയങ്കര. ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് എന്താ സാറേ, എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അത് നമുക്കൊരു മരുന്ന് വേണമെങ്കിൽ ഇപ്പൊ ലോക്ക്ഡൌണിന്റെ കാലത്ത് പോലീസിനെ വിളിക്കും, സാറേ ഒരു മരുന്ന് മേടിക്കണം, അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കണം. ഇത്തരത്തിലുള്ള സഹായ ഹസ്തവുമായിട്ട് പോലീസ് വരുന്നു. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ ഈ പോലീസുകാരെ പേടിയുണ്ടെങ്കിൽ മാത്രം തെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കലിങ്കയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന ആളുകൾ പോലീസ് വണ്ടി കാണുമ്പോഴേ നന്നാവുന്ന ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിന് എനിക്ക് തോന്നുന്നത് പോലീസ് സേനയോടുള്ള ഒരല്പം, അത് നിയമത്തെയാണ് വാസ്തവത്തിൽ പേടിക്കേണ്ടത്, പോലീസിനെ അല്ല. അപ്പൊ ഈ കാഴ്ചപ്പാട് മാറണം. രണ്ട്, നമ്മളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പരാതി മാത്രമല്ല. അവര് രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി കയറിയതായിരിക്കും, വൈകുന്നേരം 10 മണിക്കായിരിക്കും ഇറങ്ങുന്നത്. അവർക്കും വീട്ടിൽ പിള്ളേരും ഭാര്യയും ഒക്കെ ഉണ്ടാവും, അല്ലെ ഭർത്താവും ഒക്കെ ഉണ്ടാവും. അവർ ഒരുപാട് സ്ട്രെസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഒരു പരാതി കിട്ടി അപ്പൊ തന്നെ അത് നല്ല മനസ്സോടുകൂടി വായിച്ച് അപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുകയും ചൂടാവുകയും ചെയ്യും. അത് അവരുടെ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക. അത് ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസം നമ്മൾ ഉണ്ടാവണം. ഇപ്പൊ എനിക്കുണ്ടായ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, പോലീസ് സുഹൃത്തുക്കൾ വന്നതിന് ശേഷം ഞാൻ ഈ വഴി നിൽക്കുന്ന പോലീസുകാരെയൊക്കെ പണ്ടൊരു ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരുന്നായി. വെറുതെ ഈ ആളുകളുടെ മെക്കിട്ട് കയറുമല്ലോ എന്ന് തോന്നല്ലേ. ഇപ്പൊ നമുക്ക് സഹതാപം തോന്നുന്നത്. കാരണം ഇവര് രാവിലെ മുതൽ ഈ ജോലി ചെയ്യുകയും പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ ചൂടായാൽ തന്നെ നമ്മൾ പറയും പോട്ടെ സാറേ ചൂടാവണ്ട എന്ന് പറയും. പിന്നെ പോലീസ് തിരിച്ചു ചെയ്യേണ്ട ഒരു കാര്യം, ലോകത്ത് പരിഷ്കൃത സമൂഹത്തിലൊക്കെ ചെയ്യുന്നത്, പൗരന്മാരെ സാർ എന്ന് അഡ്രസ് ചെയ്യും, അവരോട് മര്യാദയ്ക്ക് പെരുമാറും.
ഇവിടെ അങ്ങനെയല്ല. വലിയ കാറിൽ വരുന്ന ഒരാളെ കാണുമ്പോൾ പോലീസിന് ഭയങ്കര ബഹുമാനമാണ്. ഒരു ബൈക്കിൽ വരുന്നവനോട് എന്താടാ ഏതാടാന്ന് ചോദിക്കും. കുറച്ചുകൂടെ നടന്നു വരുന്ന ഒരാളാണ്, അയാൾ കണ്ടാൽ തന്നെ ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ഒരു പവർലെസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളെ മെക്കിട്ട് കയറാനുള്ള ഇങ്ങനെ ഒരു ട്രെൻഡ് പോലീസ് സേനയിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരാണ് ഈ ചീത്തപ്പേര് കേൾപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പോലീസുകാരനുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് നമ്മൾ അങ്ങോട്ടും തിരിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ് ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള തോന്നൽ പോലീസിനും ഉണ്ടായാൽ ഇത് പരിഹരിക്കാൻ പറ്റും. ഇതിനൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആവശ്യമാണ് പോലീസ് സേനയിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയ്ക്കകത്ത് ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയെ പ്രശംസിക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഇതിലൊരു സമുദായത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു എന്ന് ഹരീഷിന് തോന്നി. അല്ലെങ്കിൽ ഇപ്പോഴും അസംഘടിതരായ ഒരു വിഭാഗത്തെ പരാമർശിക്കുന്നതിന് പകരം സംവിധായകൻ എന്തായാലും കഥ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, അതിന് വേറെ ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കാമായിരുന്നു എന്ന് ഹരീഷിന് തോന്നിയിട്ടുണ്ടോ? ഈ കഥ ചെയ്തപ്പോൾ തന്നെ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് ഈ കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ ഇതിനകത്തെ ഈ സമുദായത്തെ ദളിത് സമുദായമാക്കി മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നറിയോ? SC/ST അട്രോസിറ്റീസ് ആക്ട് ദുരുപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അതിനൊരു ക്ലാസിക് ഉദാഹരണമായിട്ടാണ് ആ വില്ലന്റെ ഒരു ചില പെരുമാറ്റങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം SC/ST അട്രോസിറ്റീസ് ആക്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പല നിയമങ്ങൾ പോലെ സ്ത്രീപക്ഷ നിയമങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ദുരുപയോഗം ചെയ്യുന്ന കേസാണോ യഥാർത്ഥത്തിലുള്ള അട്രോസിറ്റി ആണോ സമൂഹത്തിൽ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ 90% അട്രോസിറ്റികളാണ്. അവർക്ക് നീതി കിട്ടുന്നില്ല. അതെ, SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം എടുത്ത കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ അറിയാം വളരെ കുറവാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കേസുകളിൽ പോലും നീതി കിട്ടാത്തൊരു വിഭാഗത്തെ പെട്ടെന്ന് അവർ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ട്, എന്തിനാണ് ഈ ഒട്ടും ഇതായിട്ടുള്ള ശക്തിയില്ലാത്തൊരു സമുദായത്തെ ഇലക്ഷന്റെ തലേദിവസം പോയിട്ട് മെഡിക്കൽ കോളേജ് വേണം എന്നൊക്കെ പറഞ്ഞ്, കോളേജ് വേണം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തി മേടിക്കാൻ തക്കവണ്ണം അങ്ങനെയൊക്കെ കേരളത്തിൽ നടന്നിരുന്നെങ്കിൽ എന്നേ ഈ ദളിത് വിഭാഗങ്ങളൊക്കെ വലിയ തോതിലുള്ള ശക്തി ആർജിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. അതൊക്കെ സിനിമയിൽ ഒരു വളരെ അപ്പൊ ഇത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ക്ലീഷകൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള തെറ്റായ ചിന്തകൾ ഉള്ള ആളുകൾക്ക് കണ്ടോ അപ്പൊ ഞാൻ ശരിയായിരുന്നു എന്ന് പറയാനുള്ള ഒരു ന്യായീകരണമായിട്ട് ഈ സിനിമ മാറുന്നു. ഇന്ന സിനിമയിലുണ്ടല്ലോ എന്നും കൂടി പറയും. അപ്പൊ അതൊരു തെറ്റായ കീഴ്വഴക്കമായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരുപക്ഷെ സംവിധായകൻ ആലോചിച്ച് കാണില്ല, അല്ലെങ്കിൽ ബോധപൂർവം ഇതൊരു ചർച്ചയാവട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതായിരിക്കും. ഇപ്പൊ മനുഷ്യാവകാശത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിരന്തരമായിട്ട് ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് ഹരീഷ്. അപ്പൊ ഈ പോലീസ് സേനയിലെ നവീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ മാനസികാരോഗ്യത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു വെൽ ബീയിങ്ങിലേക്ക് പോലീസ് സേനയെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ലളിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോ അവരുടെ സർക്കാരോ പോലീസ് സേനയെ അധികാര ദുർവിനിയോഗത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ വലിയ പരിധി വരെ ഇത് അവസാനിക്കും. എപ്പോഴും സംഭവിക്കുന്നത് ഭരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഈ പോലീസിനെ കൊണ്ട് പലതും തെറ്റായി ചെയ്യാൻ, അവരെ കൊണ്ട് ചെയ്യിക്കാൻ ആവശ്യമായിട്ട് വരും. അത് എത്ര വലിയ പാർട്ടി സ്നേഹി ആയാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ ലളിതമായിട്ടൊരു കാര്യം പറയാം. ഈ സിനിമ വന്നതിന് ശേഷവും കേരള പോലീസ് ആളുകളെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ലേ? പോവും. നമ്മളൊക്കെ പോവും. ഞാനായാലും അരവിന്ദായാലും പോവും. പോവാൻ പാടില്ല. CRPC പ്രകാരം ഇന്ന കേസിൽ ഒരു പരാതി കിട്ടിയതിൽ നിങ്ങളെ ഇന്ന അന്വേഷണത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാലേ പോകാവൂ. എന്താ കാര്യം? നിങ്ങളെ വെറുതെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇട്ട് 2 അടിയടിച്ച് തിരിച്ചു വിട്ടാൽ, നിങ്ങൾ പോയി ആശുപത്രി കിടന്നാൽ ഇതിന് തെളിവില്ല. നിങ്ങൾ എന്തിനാണ് സ്റ്റേഷനിൽ പോയി തല്ലുകൊണ്ടേ? അതാണ് അവർ പറയുന്നത്. നോട്ടീസ് കൊടുക്കാതെ വിളിച്ചു വരുത്തിയ ഒരാളാണ്, തല്ലിയാൽ വകുപ്പ് മാറും എന്ന് പറയുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ കേരള പോലീസ് ചെയ്യുന്ന ഒരു അധികാര ദുർവിനിയോഗമാണ്. ആളുകളെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തുക, എന്നിട്ട് കുറെ ചീത്ത പറയുക, പോലീസ് സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽ ചെയ്യുക. ഇതൊന്നും പോലീസിന്റെ ജോലിയല്ല. പോലീസ് നിയമപരമായിട്ട് ചെയ്യേണ്ട ജോലിക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാത്തത് ഈ അധികാരം വെച്ചിട്ട് ദുരുപയോഗം ചെയ്യാനാണ്. ആളുകൾ മേടിച്ച കാശ് തിരിച്ചു കൊടുപ്പിക്കുക. പല സിനിമയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ ഇതേപോലെ എല്ലാം സെറ്റിൽ ചെയ്ത് വിടുന്ന ഒരു പരിപാടിയുണ്ട്. പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ എല്ലാം സെറ്റിൽമെന്റ് ഏരിയ എന്നുള്ള രീതിയിൽ പാവപ്പെട്ടവന് നീതി കൊടുക്കുന്നത് പോലീസാണ്. അത് പ്രായോഗികമായിട്ട് ശരിയാണെങ്കിൽ പോലും അത് പലപ്പോഴും നിയമവിരുദ്ധമായിട്ടും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമായിട്ടും മാറും. അപ്പൊ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്, ക്രിമിനൽസിന് എന്ത് മനുഷ്യാവകാശം? എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അയാൾക്ക് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു അവകാശം ഉണ്ടെന്ന് മാത്രമല്ല, പോലീസ് കുറ്റവാളിയാണെന്ന് പറയുന്ന ആളല്ലല്ലോ യഥാർത്ഥ കുറ്റവാളി. ആയിരിക്കണമെന്നില്ലല്ലോ. അയാൾ പ്രതി മാത്രമല്ലേ ആവുന്നു. പ്രതിയാവുന്ന ഒരാൾക്ക് ഉള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. അയാളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കുന്ന സീൻ ഇപ്പൊ ഇതിനകത്ത് ഫോർ ഇൻസ്റ്റൻസ്.
ഒരു പ്രതിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് പോലീസിന് അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പല സിനിമകളിലും അത് തെറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൊബൈലിൽ എന്തെല്ലാം രഹസ്യരേഖകൾ ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ATM പാസ്വേഡ് വരെ കാണും, അല്ലെങ്കിൽ നമ്മുടെ പല ബാങ്ക് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് കാണും. അപ്പൊ ഇതൊന്നും പോലീസിന് ആക്സസ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. അപ്പം മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലീസ് സേനയ്ക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ്, അത് പോലീസ് സേനയെ മാത്രം നമ്മൾ കുറ്റം കാര്യമില്ല, നമ്മുടെ പോളിറ്റിക്ക്, നമ്മുടെ വലിയ ഈ സമൂഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല. സമൂഹത്തിന് മനസ്സിലായാലല്ലേ അതിന്റെ ഭാഗമായിട്ടുള്ള പോലീസിന് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം പോലീസ് സേനയെ ഇത് പഠിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. എന്താണ് മനുഷ്യാവകാശം? ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കസേര കിട്ടിയത്. മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇരുന്നാൽ ഇരിക്കുന്നവന്റെ കാര്യം തീരുമാനമാവും, അല്ലെങ്കിൽ കസേര ഇല്ലാത്ത ഇരിപ്പായിരുന്നു. അപ്പം ഇതൊരു മാറ്റമാണ്. ഈ മാറ്റം മുന്നോട്ട് പോകണം. അത് ഓരോ മനുഷ്യരെയും അവരുടെ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ വയനാട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് തീവ്രവാദിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. 10 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടയച്ചു. ശ്യാം ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലാണ്. ഒരുപക്ഷെ 10 ലക്ഷത്തിൽ കൂടുതൽ കാശ് സർക്കാരിന് കേസ് നടത്താൻ ചെലവാക്കി കാണും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മെനക്കെട്ട് ഇറങ്ങിയാൽ കേരള പോലീസിന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ നഷ്ടപരിഹാരം കൊടുത്തു തുടങ്ങിയാൽ നമ്പിനാരായണനെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും വാങ്ങിക്കാൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കൊല്ലപ്പെട്ട എനിക്ക് തോന്നുന്നു വർഗീസിന്റെ ഫാമിലിക്ക് 50 ലക്ഷം മറ്റോ കൊടുക്കേണ്ടി വന്നു സർക്കാർ. ഇങ്ങനെയുള്ള വിക്ടിംസ് കൂടുമ്പോൾ സർക്കാർ തന്നെ ഈ പോലീസ് സേനയെ കുറച്ചുകൂടി നവീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സേനയിൽ ആളില്ലാത്ത ഒരു വലിയ പ്രശ്നമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ 7 പേര്. രാവിലെ തന്നെ വരുന്ന കേസ്, നോയിഡയിൽ നിന്ന് ഒരു ഫോൺ വന്നു, ആരുടെയോ ATM പാസ്വേഡ് ഫോണിലൂടെ ചോർത്തി, അങ്ങനെ പൈസ പോയി എന്നാണ്. ഇവിടുന്ന് 2 പേര് പിറ്റേ ദിവസം നോയിഡയ്ക്ക് പോവുകയാണ്, ഈ 7 പേരുള്ള സ്റ്റേഷനിൽ. അപ്പൊ 5 പേരെ ബാക്കിയുള്ളൂ. അതിൽ 3 പേര് മന്ത്രിയുടെ എസ്കോർട്ട് പോവുകയാണ്, പിന്നെ പോയിട്ട് 2 പേരേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നമുക്കൊരിക്കലും നീതി കിട്ടില്ല. ഈ കേരള പോലീസ് സേനയിലെ ഒഴിവുകൾ നികത്തുകയും കൂടുതൽ ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലത്തുള്ള ജനസംഖ്യ അല്ലല്ലോ ഇപ്പോ. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് പോലീസ് കൂടണ്ടേ? നമ്മള് 1000 പേരുടെ മീറ്റിംഗ്, ഒരു പൊതുയോഗം എവിടെയെങ്കിലും മൈതാനത്ത് വെച്ചാൽ 10 പോലീസുകാർ ഒരു വണ്ടി അവിടെ വന്ന് നിൽക്കും, ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. ഇന്ന് 1000 പേരുടെ മീറ്റിംഗ് ഫേസ്ബുക്കിലാണ് ചേരുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാണ്, ഒരു പോലീസുകാരും അവിടെ ഇല്ല. അപ്പൊ ആള് കൂടുന്നിടത്ത് എപ്പോഴും ക്രൈം ഉണ്ടാവും. ഇത് വാച്ച് ചെയ്യാനുള്ള പോലീസ് സേനയ്ക്ക് ആളില്ല. അപ്പൊ ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് പോലീസ് ജനസംഖ്യക്ക് അനുസരിച്ച് കൂടേണ്ടതാണ്. ഒരുപാട് പറയാനുണ്ട് അതിനെപ്പറ്റി. ഓക്കെ. ഈ സിനിമ, പ്രത്യേകിച്ച് ഈ 2 സിനിമകളെ കുറിച്ചും ഞാൻ പറഞ്ഞതിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യയിലെ ജയിലുകളിൽ ഒരുപാട് പേര്, ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ, വിചാരണ നേരിടാതെയും അല്ലെങ്കിൽ ഇല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹരീഷ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഭാവിയിൽ മാറ്റം വരാൻ പോകുന്നത്? ജയിലിൽ വരുന്ന ആളുകൾക്കുള്ള അവരുടെ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ജസ്റ്റിസ് BR കൃഷ്ണയ്യർ മുതൽ ഇങ്ങോട്ട് അഡ്രസ് ചെയ്തൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് BR കൃഷ്ണയ്യർ ഏറ്റവും പ്രഗത്ഭമായ വിധി പറഞ്ഞത് ജസ്റ്റിസ് ഭഗവതിയും കൂടി പറഞ്ഞ ഒരു കേസ്, അഥവാ പൊതുതാൽപര്യ ഹർജി എന്ന് പറയുന്ന ഒരു മേഖല ഇന്ത്യയിൽ തുറന്നത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആളുകൾ. ഈ ലോ കോളേജിൽ അവസാന വർഷം പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു കാര്യം അറിയുന്നത്. അതായത് ഒരാൾ ഒരു കേസിൽപ്പെട്ട് ജയിലിലാവുന്നു. അയാൾ ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് ഇരിക്കട്ടെ, ഫോർ ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ബംഗാളിയാണെന്ന് ഇരിക്കട്ടെ. അയാൾ ഒരു മോഷണ കേസിലാണ് അകത്ത് കിടക്കുന്നത്. ആ മോഷണ കേസിലെ പരമാവധി ശിക്ഷ 6 മാസമാണെന്ന് വിചാരിച്ചോളൂ. ഇയാൾ 1.5 വർഷമായി അകത്ത് കിടക്കാൻ വിചാരണ കാത്ത്. അതായത് അയാൾ ആദ്യത്തെ ദിവസം കുറ്റം സമ്മതിച്ചിരുന്നെങ്കിൽ 6 മാസം കഴിഞ്ഞ് അയാൾ വീട്ടിൽ പോകേണ്ടതിന് പകരം കുറ്റം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വിചാരണ കാത്ത് കിടക്കാൻ. ഇത് അയാൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ലീഗൽ ഒപ്പീനിയൻ കിട്ടാനില്ല. അപ്പോ യഥാർത്ഥ ലീഗൽ ഒപ്പീനിയൻ കിട്ടാത്തതിന്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന് ജയിലിൽ വെച്ച് മരിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് വ്യക്തിപരമായ ഒരാളെ ഈ അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ടു, സെൻട്രൽ ജയിലിൽ വെച്ച്. കഷ്ടം തോന്നും നമുക്ക്. ഒരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് നേരത്തെ തന്നെ എടുത്ത് നല്ല രീതിയിൽ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുമായിരുന്നു. ആരുമില്ല ആക്സസ് ചെയ്യാൻ. വീട്ടുകാരൊന്നുമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് നിന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. എത്രയോ പേരെ എനിക്കറിയാം. ബംഗ്ലാദേശിൽ നിന്ന് രേഖകളില്ല എന്ന് പറഞ്ഞ് ഇവിടെ ജയിലിലാക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മളൊക്കെ ഇടപെട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പറഞ്ഞു വിടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. ഇവിടെ ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ഈ ജയിലിൽ കിടക്കുന്നവരുടെ മനുഷ്യാവകാശം പരിഹരിക്കാനാണ് ഈ രാജ്യത്ത് മനുഷ്യാവകാശ കമ്മീഷനെ വന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ്, സ്റ്റേറ്റിലാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തുല്യമായ റിട്ടയർഡ് ആയിട്ടുള്ള, സുപ്രീം കോടതിയിലാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റിട്ടയർ ആയിട്ടുള്ള. ഇവരാരും ഈ ശമ്പളം വാങ്ങിക്കുന്നതും ഈ അലവൻസും ഈ കാറും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതല്ലാതെ ജയിലുകളിൽ സന്ദർശനം നടത്തി അവിടുത്തെ ആളുകളുടെ ഇതൊരു പ്രധാനപ്പെട്ട ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ പോസ്റ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ
അവർ ജയിൽ സന്ദർശനം നടത്തി അവിടെ അനധികൃതമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആളുകളാണ്. ഇന്ത്യയിൽ ഇന്ന് നിയമ ഉപദേശം എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്. സ്ത്രീ ആണെങ്കിൽ സൗജന്യ നിയമസഹായം, പുരുഷനാണെങ്കിൽ വരുമാനത്തിനനുസരിച്ചുള്ള നിയമസഹായം എന്ന തരത്തിൽ, അതായത് സൗജന്യമായിട്ട് കിട്ടാനും അർഹതയുണ്ട്. കെൽസ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ, കേരള ലീഗൽ സർവീസ് അതോറിറ്റി, എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഇതൊരു ദേശീയ തലത്തിൽ നിയമമാണ്. ഇത് എത്ര പേർക്ക് അറിയാം? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർക്ക് സൗജന്യ നിയമസഹായം കിട്ടുന്നു? ഇതാണ് ഒരു പരിഹാരം. എഫക്റ്റീവായി ഇത് ഉപയോഗിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പിന്നെ വക്കീലിനോട് പറഞ്ഞാൽ നല്ല ഇടി കിട്ടും, വക്കീലിൽ നിന്ന് പോകും, നാളെ ഞങ്ങൾ ഇവിടെ കാണും എന്ന് പറയുന്ന സൂപ്രണ്ടുമാരുണ്ട് ജയിലുകളിൽ. അവർ ചിലപ്പോൾ ഇടിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ സെൻട്രൽ ജയിലുകളെല്ലാം ക്യാമറയായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സെൻട്രൽ ജയിലിൽ പോയപ്പോ സെൻട്രൽ ജയിലിലെ ഒരു വാർഡൻ പറയുകയാണ്, എന്തോ പറഞ്ഞതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണമായി അവസാനം ഒരു ഇൻമേറ്റ് ഒരു തെറി വിളിച്ചു. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ സൂപ്രണ്ടിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇയാളെ തല്ലാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങിയപ്പോ അദ്ദേഹം പറയാണ്, സാറെ ക്യാമറയുണ്ട്, സാറിന്റെ പണി തെറിക്കും എന്ന്. ആര്? ഈ കിടക്കുന്നയാൾ. അപ്പൊ അതിൽ കൈതാത്തി. അപ്പൊ ഇങ്ങനെ ക്യാമറ ഉള്ളത് കൊണ്ട് പലപ്പോഴും അവരുടെ മനുഷ്യാവകാശങ്ങൾ അങ്ങനെ ഇടിച്ച് ഒന്നും നടക്കുന്നില്ല. അതിന് പകരം കേസെടുക്കാമല്ലോ, അടുത്ത ശിക്ഷ നീട്ടിക്കൊടുക്കാം, അയാളെ അവിടെ തന്നെ കിടത്താം. അയാളെ നന്നാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ അവിടെ തന്നെ കിടന്ന് മരിക്കുകയുള്ളൂ എന്നുള്ളത് അയാളെ ബോധ്യപ്പെടുത്താം. റിഫോർമേഷന് വേണ്ടിയിട്ടാണല്ലോ ജയിലുകൾ. അപ്പൊ എന്തായാലും ജയിലുകളെ റിഫോർമേറ്റീവ് ആക്കാനുള്ള വലിയ സ്റ്റെപ്സ് നടക്കുന്നുണ്ട്, കുറച്ചുകൂടി ഊർജിതമായിട്ട് നടക്കേണ്ടതുമാണ്. അവസാനത്തെ ഒരു ചോദ്യമാണ്. ഇപ്പൊ ഈ നായാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അതിന്റെ കഥ ഉണ്ടാക്കിയതോ അല്ലാത്തതോ ആയിരിക്കാം. ഹരീഷിന് വേദന ഉണ്ടാക്കി ഇതുപോലത്തെ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കേരള പോലീസ് തെറ്റായിട്ട് പ്രതിയാക്കി അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ അനുഭവം നേരിട്ട് ഒന്നിലധികം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വേദന തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അലൻ ത്വാഹ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരുടെ കേസ്. അതിൽ ഒരു കേസ് ഞാൻ കൂടിയാണ് നടത്തിയത്. അവർക്കെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതി അവരെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. NIA അവർക്കെതിരെ കേസെടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോ പല കോടതികൾ അവരെ പ്രഥമ ദൃഷ്ട്യാ കേസ് ഇല്ല എന്ന് വരെ പറയുന്ന സ്ഥിതി ഉണ്ടായി വിചാരണ കോടതി. ഞാനത് കോടതിയിൽ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അതായത് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഈ കേസ് നിൽക്കുക എന്ന് തോന്നുന്ന തരത്തിലുള്ള കേസുകളിലുള്ള പ്രശ്നങ്ങൾ. 2, പ്രധാനപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി ഫൈറ്റ് ചെയ്തതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടുപോയി പോലീസ് നല്ല മർദ്ദിച്ച് നല്ലപോലെ ഉപദ്രവിച്ച ആളുകൾ. നമ്മുടെ തൊട്ടടുത്തുള്ള വരാപ്പുഴയിൽ ശ്രീജിത്ത് കൊല്ലപ്പെട്ടത് എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായതുകൊണ്ടല്ല എന്ന് പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായി 2-3 അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് നമുക്ക് പലപ്പോഴും പോലീസ് സേനയ്ക്കെതിരെ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഹാർഡ് കോർ ക്രിമിനൽ ആണ് എന്ന് കണ്ടെത്തുന്ന ആളുകൾ, ഇപ്പൊ DYSP ഷാജി ഒരു ഹാർഡ് കോർ ക്രിമിനലായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ആളുകൾ പോലീസ് സേനയ്ക്ക് അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുകയും തിരിച്ചു മേടിക്കാൻ ഗുണ്ടകളെ ഉപയോഗിക്കുകയും ജയിലിൽ കിടക്കുന്ന ഗുണ്ടകളെ വരെ തുറന്നു വിട്ട് പരിപാടികൾ ചെയ്യും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പോലീസുകാർ ഈ സേനയ്ക്കകത്തുണ്ട്. അവരെ സംരക്ഷിക്കുന്ന സംവിധാനമുണ്ട്. അവരുടെ ഇരകളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങളുണ്ട്. വളരെ ദീർഘമായി, പ്രത്യേകിച്ച് അവരുടെ അനോണിമിറ്റി ഒക്കെ വേണ്ടതായതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാത്തത്. പക്ഷെ വളരെ വിഷമമുള്ള സന്ദർഭങ്ങളുണ്ടായിട്ട് അവർ തിരിച്ച് നമ്മളോട് ചോദിക്കും, സാറേ ഇനി എന്തെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന് ചോദിക്കും. നമുക്കൊന്നും പറയാനില്ല. കാരണം ഈ നമ്മുടെ കോടതി സംവിധാനങ്ങൾക്കകത്തൂടെ നീതി കിട്ടി വരുമ്പോഴത്തേക്കും വൈകും. കാരണം ഈ പോലീസ് സേനയിലുള്ളവർ എപ്പോഴും അപ്പീൽ പോവുകയും അതിന്റെ മുകളിൽ പോവുകയൊക്കെ ചെയ്യും. എന്നാൽ ഇതേ പോലീസ് സേനയിൽ ഇതുപോലത്തെ വിക്ടിംസ് ഉണ്ടാവും, മേലധികാരികളുടെ തല്ലുകൊണ്ട ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് വേട്ടപ്പട്ടികൾ തന്നെ പലപ്പോഴും ഇരകളായി മാറുന്നു എന്ന ഈ ചിത്രം പ്രസക്തമാകും. ഹരീഷിന്റെ ആ വാചകത്തോടുകൂടി നമ്മുടെ സംഭാഷണം ഇവിടെ നിർത്താം. വളരെ നന്ദി. പ്രത്യേകിച്ച് സിനിമ ഒരു മീഡിയമായിട്ട് എടുത്തത് നമുക്ക് സാധാരണക്കാരിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടെന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ഒരു മീഡിയമായിട്ട് എടുത്തത്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഹരീഷ് വാസുദേവൻ. താങ്ക് യു അരവിന്ദ്. അരവിന്ദിന്റെ പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ ഒരു പോഡ്കാസ്റ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഞാൻ അധികം കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിന് അരവിന്ദിനും എന്റെ വക വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ നായാട്ട് എന്ന സിനിമ ഉയർത്തിയ ചില ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുമായി ചർച്ച ചെയ്തത്. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ചില ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളും നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നതിൻ്റെയും യഥാർത്ഥ അവസ്ഥ പലപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ കാണപ്പെടുന്നു.
സമൂഹവും മാധ്യമങ്ങളും പ്രതികൾക്കായി ആർത്തു വിളിക്കുമ്പോൾ ഭരണകൂടം നായാട്ടിനിറങ്ങുന്നു. നീതി നിഷേധിക്കപ്പെടാത്ത, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാത്ത ഒരു പുതിയ കാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ അറിയിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.